അപ്പോഴേ നമുക്കിന്ന് നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് വളം കൊടുത്താലോ? വളമൊക്കെ കിട്ടാതെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ തേങ്ങാവെള്ളമാണ് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാവെള്ളം ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് 2 ഇരട്ടി വെള്ളം മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വളം ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ പഴയ പോലെ ചെടികളാവണം എന്നാണ് എൻ്റെ ആഗ്രഹമുള്ളൂ. ബാക്കി എന്താവും എന്നറിയില്ല. അപ്പം പുതിയ പുതിയ തൈകൾ ഉണ്ടായി വന്നാൽ മാത്രമേ നമുക്ക് വിപുലമായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പരിചരിച്ച് നോക്കാം. ഈ ഭാഗത്ത് വെയിലടിക്കാത്തതുകൊണ്ടാണ് ഈ ഭാഗത്ത് ചെടികളൊക്കെ പോയത്. വെയിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചെടികൾ വെറുതെ നശിച്ചു പോകത്തുള്ളൂ, വളരില്ല, മുരടിച്ചു പോകും. പണ്ട് ഇതിന് എല്ലാ ടൈപ്പ് വളങ്ങളും കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ നമുക്ക് പരിമിതികളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് മണമുള്ള അങ്ങനെയുള്ള വളങ്ങളൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് സ്മെല്ലായിരിക്കും. ഇലകളിൽ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചില ചെടികൾ ഇതിന്റെ ചോട്ടിൽ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ചീത്തയായി പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിൽ വെള്ളം കുത്തി ഒഴിച്ച് താഴത്തെ പോട്ടുകളിലേക്ക് വീഴും. അപ്പൊ അങ്ങനെ വീണ് കഴിയുമ്പോഴത്തേക്ക് ശക്തിക്കാണല്ലോ വീഴുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളവഴിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.